ഡോക്ടർ സോയ, സിദ്ധാർത്ഥൻ ഇല്ലാതായിട്ട് ഈ ഫെബ്രുവരി 18-ന് ഒരു വർഷം പൂർത്തിയാവുകയാണ്. സിദ്ധാർത്ഥൻ്റെ പ്രതികൾക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ അത് ഒരുപക്ഷെ ഈ കേസിലെ പ്രതികൾക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ ഇടതുപക്ഷ സംഘടനയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാണ്. ഇപ്പോൾ നോക്കൂ, സ്വാഭാവികമായും വളരെ ഗുരുതരമായി സർക്കാർ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം റാഗിങ്. അതിലിപ്പോൾ നോക്കൂ, ഒരു വർഷം വലിയ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം തന്നെയാണത്. സിദ്ധാർത്ഥൻ്റെ കൊലപാതകം എത്ര ദിവസങ്ങളാണ് നമ്മളൊക്കെ ചർച്ച ചെയ്ത്. പക്ഷേ ആ അന്വേഷണത്തിലുണ്ടായ വീഴ്ചകൾ, പാളിച്ചകൾ, പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വാതിലുകളും തുറന്നു കൊടുത്തു. അവരെല്ലാം ഇപ്പോൾ ജയിലിൽ വെളിയിലാണ്. ഇവിടെയും അത് ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യതയും ഇല്ലേ? തീർച്ചയായും കഴിഞ്ഞ ഒരു 8 വർഷമായി കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഏതാള് വരെയും, ഏത് കുട്ടി സഖാവിന് വരെയും എന്ത് നെറികേടും കാണിച്ചാലും എന്ത് കൊള്ളരുതായ്മ ചെയ്താലും ഇതൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ നിന്നു പോകാം എന്നുള്ള ഒരു ധാരണ വളരെ കൃത്യമായിട്ടുണ്ട്. അതിന്റെ ധാർഷ്ട്യപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ പലയിടങ്ങളിലും, അതിപ്പോ സിദ്ധാർത്ഥന്റെ കൊലപാതകമാവട്ടെ, നവീൻ ബാബു എന്ന് പറയുന്ന ADM-ന്റെ അത്തരത്തിലുള്ള ഒരു ആത്മഹത്യ എന്നുപോലും നമുക്ക് വിളിക്കാൻ കഴിയില്ല. ഇതിലൊക്കെ കാണാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ എന്ത് നെറികേട് ചെയ്താലും ഞങ്ങൾക്ക് അത് സംരക്ഷിക്കാനും അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടാനുമുള്ള സംവിധാനമുണ്ട് എന്നുള്ള വലിയ തോന്നൽ വളരെ കൃത്യമായി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഇന്ന് ഈ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഞാൻ ആ വീഡിയോ മുഴുവനായും കാണാനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം ആ വീഡിയോ കണ്ട് മുഴുവിപ്പിക്കാൻ സാധിക്കുന്ന മനുഷ്യരല്ല നമ്മളൊന്നും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയേറെ ബ്രൂട്ടലായിട്ട്. കാരണം സിദ്ധാർത്ഥന്റെ കാര്യത്തിലും, കാരണം നമ്മള് പണ്ട് കാലത്തൊക്കെ കോളേജിന്റെ കലാലയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വലിയ സംഘടനകളും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപക്ഷെ ആ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾക്കിടയിൽ അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള കൊലപാതകങ്ങളും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്തരം കൊലപാതകങ്ങളെ ന്യായീകരിക്കുന്നതല്ല ഞാൻ ഒരിക്കലും. പക്ഷേ ഇത് അതിന്റെയൊക്കെ വളരെ പ്ലാൻഡായി, വളരെ ബ്രൂട്ടലായി, അതിന് പൈശാചികം എന്നൊക്കെ പറയുന്നതിന്റെ ഒരു അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ലെവലിലേക്കാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുക. അത്തരത്തിൽ ഒരു അവരുപയോഗിക്കുന്ന ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് യാതൊരു മനുഷ്യത്വ ബോധവുമില്ലാതെ, ഇവരൊക്കെ മൃഗമാണോ മനുഷ്യരാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ നാളെ ഇവർക്ക് ഈ ആതുര സേവന രംഗത്തേക്ക് വരുമ്പോ നമ്മളൊക്കെ എങ്ങനെയാണ് ഒരു സർജറിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചികിത്സക്കോ പോയി ഒരു ആശുപത്രി കട്ടിലിൽ കിടക്കുക എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കി. ഇവരെന്ത് ചെയ്തു വെക്കാനും മാനസികാവസ്ഥയുള്ള ആളുകളാണ്. ഇവരൊക്കെയാണ് നാളെ ഇത്തരം ആതുര സേവന രംഗത്തേക്ക് പുറത്തു വരേണ്ട ആളുകൾ. അപ്പം നേരത്തെ ജോസഫ് സാറ് പറഞ്ഞതുപോലെ ഇതിൽ ഒരു തരത്തിൽ ഇപ്പൊ ഞാൻ ധാർമ്മിക വശം വളരെയധികമാണ്. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹത്തിലെ ഓരോ മനുഷ്യനും പറയുന്ന കാര്യമുണ്ട്, ഇവനെയൊന്നും വെറുതെ വിടരുത്, ഇവനെയൊന്നും ഒരു തരത്തിലും വെറുതെ വിടരുത് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. കാരണം അത്തരത്തിൽ അനുഭവിക്കപ്പെട്ട ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് മാതാപിതാക്കളുണ്ട്, ആ അച്ഛനും അമ്മയും ഇതൊക്കെ കാണുന്നുണ്ട്. സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ നമ്മുടെ മുൻപിലുണ്ട്, സിദ്ധാർത്ഥന്റെ അമ്മ പറഞ്ഞു വെച്ച വാക്കുകൾ നമ്മുടെ മുൻപിലുണ്ട്. അപ്പൊ ഇതൊക്കെ നിലനിൽക്കുമ്പോഴും വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഒരു മാസങ്ങളായി ഇപ്പൊ പണപ്പിരിവ് ഉൾപ്പെടെ, കാരണം ഗൂഗിൾ പേ ഉപയോഗിച്ച് പണം പിരിക്കുന്നു, മറ്റു തരത്തിലുള്ള ഫോഴ്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അവരെ നിർബന്ധിക്കുന്നു. മാസങ്ങളായി തുടരുന്ന റാഗിങ് ഇത് ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് അല്ല. ഇത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റിന്റെ ഭാഗമായി നടത്തുന്ന കാര്യങ്ങളൊന്നും അല്ല. നിരന്തരം തുടരുന്ന, മാസങ്ങളോളം തുടരുന്ന ഇത്തരം റാഗിങ് കാര്യങ്ങൾ. അപ്പൊ ഇതിനൊക്കെ കുട പിടിക്കുന്ന ആളുകൾ, ഇതൊക്കെ ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം, കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് അന്വേഷണം ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ ഇതിൽ കണ്ടെത്താൻ കഴിയുന്ന മുഴുവൻ ലൂപ്പ് ഹോളുകളും കണ്ടെത്തും. സിദ്ധാർത്ഥന്റെ കാര്യവുമായി ബന്ധപ്പെട്ടതാണ് സംഭവിച്ചത്. ആദ്യഘട്ടത്തിലെ തെളിവെടുപ്പ് മുതലുള്ള കാര്യങ്ങളിൽ വലിയ അവധാനത വന്നു. ആ അവധാനത വെച്ച് ലോക്കൽ പോലീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേജുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പും അതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണങ്ങളും ഒക്കെ വലിയ അവധാനതയോടുകൂടെ, മെല്ലപ്പൊക്കോടുകൂടെ, അല്ലെങ്കിൽ പ്രതികൾക്ക് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യത്തിലേക്കും സന്ദർഭത്തിലേക്കും ഒക്കെ അതിനെ മാറ്റി എഴുതാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. ഇവിടെയും അതാണ് നടക്കാൻ പോകുന്നത്. ഇപ്പം ഡിജിറ്റൽ തെളിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ഇനി വേറെ തെളിവുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ അറ്റംപ്റ്റ് ടു മർഡർ, അതിന്റെ ഏറ്റവും പൈശാചികമായിട്ടുള്ള രീതിയിൽ അതിന്റെ ഒരു നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഒരാളെ കൊന്നുകളയുക, അയാളുടെ ദേഹത്തേക്ക് ഒരു കത്തി കുത്തി കയറ്റുക, അല്ലെങ്കിൽ അയാൾക്ക് വിഷം കൊടുത്തു കൊല്ലുക എന്നൊക്കെ പറയുന്നത് പോലെയല്ല. ഇതിങ്ങനെ ഇഞ്ചിഞ്ചായി മനുഷ്യരെ അത്
എത്രത്തോളം എന്ത് മാനസികാവസ്ഥയാണെന്ന് എനിക്ക് പറഞ്ഞു വെക്കാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് ഈ കുട്ടികൾ ലഹരി ഉൾപ്പെടെയുള്ളതിന്റെ വലിയ അതിപ്രസരം ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവാം. അപ്പൊ ഇതൊക്കെ നൂറ് ശതമാനം. നിയന്ത്രിക്കപ്പെടുന്നില്ലെങ്കിൽ ഇതിന്റെ കോളേജിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഈ പറയുന്നത് പോലെ അവിടുത്തെ ഹോസ്റ്റലിന്റെ പ്രവർത്തനം എന്താണ്, ഇതൊന്നും നിയന്ത്രിക്കാനും നോക്കാനും സുരക്ഷിതമായിട്ടുള്ള സംവിധാനങ്ങളും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വസിച്ച് കോളേജുകളിലേക്ക് അയക്കുക, എങ്ങനെയാണ് ഹോസ്റ്റലിലേക്ക് താമസിക്കാൻ വിടുക എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാവില്ലേ? SFIക്കാരനുള്ളിടത്ത്, SFIക്കാരുമായി ബന്ധപ്പെട്ട സംഘടനാ പ്രവർത്തനം ഉള്ളിടത്ത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിന്നെ ഈ മെയിൻ സ്ട്രീം സംഘടനയുടെ ഭാഗമായി തന്നെ നിൽക്കുന്ന ആളുകൾ ഇത്തരം മോശപ്പെട്ട പ്രവർത്തികളിലേക്ക്, പൈശാചികമായ പ്രവർത്തികളിലേക്ക് മാറുമ്പോൾ നമ്മൾ ഈ മുന്നോട്ട് വെക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പോലും ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതെ. അപ്പൊ തീർച്ചയായും വലിയ പങ്ക് പൊതുസമൂഹത്തിന് ഉൾപ്പെടെ, കാരണം എല്ലാ തരത്തിലും ഇപ്പൊ നമുക്ക് മാതാപിതാക്കളെ ഒരു പരിധിവരെ കുറ്റപ്പെടുത്താനാവുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരുപക്ഷെ അവരെന്തെങ്കിലും മിഡിൽ ക്ലാസ് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം, സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരിക്കാം. അവരൊരു പക്ഷേ ഇത്തരത്തിലൊന്നും അത്രയൊന്നും കണ്ട് ബോധമുള്ള അല്ലെങ്കിൽ ബോധവാന്മാരായിട്ടുള്ള മനുഷ്യരായിരിക്കും. ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊന്നും ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയാത്ത നിസ്സഹായരായ മനുഷ്യരും മാതാപിതാക്കളും ഒക്കെ ഉണ്ടാകും. നമ്മള് പിന്നെ കാടടച്ച് ആരെയും ആക്ഷേപിക്കുന്നത് കൊണ്ടൊന്നും കാര്യമില്ല. പക്ഷേ തീർച്ചയായും ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ, നിങ്ങളുള്ള പരിസരങ്ങളിൽ ഇത്തരം മനുഷ്യരുണ്ടെങ്കിൽ, അവരെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും പൊതുസമൂഹത്തിൽ ഒരു തരത്തിലും മുന്നോട്ട് വെക്കാൻ കഴിയാത്ത ഇവരൊന്നും ഇനി ഈ പൊതുസമൂഹത്തിൽ ജീവിക്കാൻ യോഗ്യരല്ല. അതെ, തീർച്ചയായും. ഇവരാരും ഈ പൊതുസമൂഹത്തിൽ ജീവിക്കാൻ യോഗ്യരായിട്ടുള്ള ആളുകളല്ല. നാളെ ഇവരൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇവരൊക്കെ ഈ പറയുന്ന രീതിയിൽ പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളായോ ഏറ്റവും വലിയ ജീവിതത്തിൽ ക്രിമിനലുകൾ. ഒരു ഘട്ടത്തിലും മാറരുത്. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും മാറരുത്. ഇവരോട് കൂടെ വിശ്വസിച്ച് അന്തി ഉറങ്ങാൻ മാതാപിതാക്കൾക്ക് സാധിക്കില്ല. ഇവർക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പാർട്ട്ണർ എന്നുള്ളൊരു കോൺസെപ്റ്റ് പോലും ഇവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം അത്രയേറെ ബ്രൂട്ടലായിട്ടുള്ള മാനസികാവസ്ഥയിൽ 20-21 വയസ്സായിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. ഇവരൊക്കെ എങ്ങനെയാണ് ജീവിതത്തെ മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് അതെ. ജീവിതത്തെ കാണുന്നത്, എങ്ങനെയാണ് ഒരു സഹജീവിയോടുള്ള ഇവരുടെ ബോധ്യം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എനിക്ക് നിരാശ തോന്നുകയാണ്. ഇപ്പൊ ഞാനൊരു അധ്യാപിക കൂടിയാണ്. അപ്പോ എന്നെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ അതിന്റെ ബേസിക് കോൺസെപ്റ്റ് പറയുന്നത് ടു മോൾഡ് യുവർ ക്യാരക്ടർ, ടു മോൾഡ് യുവർ ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന നമ്മൾ അധ്യാപകരും അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന പൊതുസമൂഹം എന്താണ് ഇവരെയൊക്കെ പഠിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. അപ്പൊ നമ്മൾ ഉൾപ്പെടെയുള്ള അധ്യാപകർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള കുട്ടികളെ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയാതായി പോകുന്ന ഒരു സാഹചര്യം. അപ്പൊ അവിടുത്തെ പ്രിൻസിപ്പളൊക്കെ പറഞ്ഞു വെക്കുന്ന വാദങ്ങളോടൊന്നും നമുക്ക് യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല, ഒന്നും നടക്കുന്നില്ല, 6 അറിഞ്ഞില്ല. മാസമായി ഇതൊന്നും അറിയുന്നില്ല. എന്ത് എന്ത് സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ക്യാമ്പസ് ആണത്? അല്ലെങ്കിൽ ഈ ഒരു കാര്യം തുറന്നു പറയാൻ ഒരിക്കൽ പോലും എന്തെങ്കിലും ഒരു ഹിന്റ് പോലും കൊടുക്കാൻ കഴിയാത്ത അത്ര മോശപ്പെട്ട ബന്ധമാണോ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ളത് എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കുട്ടികൾക്ക് ഒരു യെസ്. ചെറിയ പ്രശ്നം വരുമ്പോ അത് തുറന്നു പറയാൻ അധ്യാപകരുടെ അടുത്ത് കഴിയുന്നില്ലെങ്കിൽ, മാതാപിതാക്കളുടെ അടുത്ത് കഴിയുന്നില്ലെങ്കിൽ എന്ത് മനോഭാവമാണ്, അല്ലെങ്കിൽ എന്ത് ആ ക്യാമ്പസുകൾ കൊടുക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള എന്ത് കാര്യമാണ് ആ ക്യാമ്പസിൽ നിന്ന് കൊടുക്കുന്നത്? ഈ എങ്ങനെയാണ് ഡിസെക്ഷൻ ബോക്സ് ഉപയോഗിക്കേണ്ടതെന്ന് മാത്രമാണോ അവരെ പഠിപ്പിച്ചു വെക്കേണ്ടത്? അത് പാറ്റയും പല്ലിയും ഒന്നും അല്ല കീറി മുറിക്കാൻ. ഇത് മനുഷ്യ ശരീരമാണ്, ഇത് ജീവനുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ധാർമ്മിക ബോധം കൂടി ഈ അധ്യാപകർ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുണ്ട്. അപ്പൊ യെസ്. അത്തരം ധാർമ്മികതയിലേക്ക് കൂടി പറഞ്ഞു വെക്കേണ്ടിയിരിക്കും. നമ്മൾ ജീവിതത്തെ സയൻസും മാത്സും ജോഗ്രഫിയുമായി മാത്രമല്ല കാണേണ്ടത്, മാനുഷിക മൂല്യങ്ങളും ധാർമ്മികതയും കൂടി പഠിപ്പിക്കേണ്ട ഇടങ്ങളാണ് വിദ്യാലയങ്ങളും കലാലയങ്ങളും എന്നുകൂടിയുള്ള ഒരു വലിയ ബോധം കൂടെ അവർക്ക് യെസ്. ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. ഓക്കെ.